പത്തനംതിട്ട SME കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയായ അമ്മു സജീവിന് നീതി ലഭിക്കുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്താമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കേസ് തന്നെയാണ്. 15-ാം തീയതിയാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടാകുന്നത്. അപ്പോൾ ആ മരണത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അമ്മു സജീവിന്റെ ഫാദർ, അവരുടെ വീട്ടുകാർ വന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മു സജീവ് ഡയറി എഴുതി എന്നാണ് പറയുന്നത് മരണപ്പെട്ട സമയത്ത്. പക്ഷേ അമ്മുവിന്റെ വീട്ടുകാർ പറയുന്നത്, പാരൻസ്, ഫാദർ പറയുന്നത് അമ്മു ഡയറി എഴുതുന്ന ഒരാൾ ആയിരുന്നില്ല എന്ന്. പിന്നീട് ഈ ഒരു ഡയറി കുറിപ്പ് കണ്ടെത്തി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് അമ്മു എഴുതിയത് തന്നെയാണോ എന്നുള്ള വിദഗ്ധ പരിശോധനക്ക് അയച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അപ്പൊ ഇതിലകപ്പെട്ട 3 പെൺകുട്ടികളാണ് അലീന, അഷിത, അഞ്ജന എന്ന് പറഞ്ഞ ഈ 3 പെൺകുട്ടികളാണ്. ഇതിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 3 പെൺകുട്ടികളും സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷം ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അങ്ങനെ അവർ രണ്ടായിട്ട് സ്പ്ലിറ്റായി മാറുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു വഴക്കുകൾക്കെല്ലാം ഈ പറഞ്ഞ അമ്മു സജീവിന്റെ ഫാദർ ഒരു സാക്ഷിയാണ്. കാരണം ഒരുപാട് തവണ ഈ പെൺകുട്ടികൾ അമ്മു സജീവിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം മാനസികമായും ശാരീരികമായും ഉള്ള ഉപദ്രവത്തിന് ശേഷമെല്ലാം തന്നെ ഫാദർ അതിൽ ഇടപെടുകയും 2 തവണയാണ് കോളേജിൽ വന്ന് പരാതിപ്പെടുകയും ചെയ്തിരുന്നത്. അപ്പം അതിനുശേഷം ആദ്യത്തെ തവണ പരാതിപ്പെട്ട സമയത്ത് അവര് വിളിച്ചു വരുത്തി സംസാരിച്ചു. 2ാമത്തെ തവണയും ഇത് കണക്ക് വിളിച്ചു വരുത്തി സംസാരിച്ച് കോംപ്രമൈസ് ആക്കി. ആ സമയത്ത് ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മു സജീവിന് ഇനി എന്ത് സംഭവിച്ചാലും ഇവരാണ് ഉത്തരവാദി എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ ഒരു കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന സമയത്ത് തന്നെ അമ്മു സജീവിന്റെ ഫാദറിന്റെ ഇന്റർവ്യൂവിന്റെ ആ ഒരു ഭാഗങ്ങൾ കണ്ടാൽ നമുക്കും തോന്നാവുന്ന ഒരുപാട് സംശയങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അമ്മു സജീവിന്റെ ഫാദർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അമ്മുന് വളരെ പേടിയുള്ള ഒരാളാണ്. ഇപ്പം ആ 3 നിലയുള്ള ഹോസ്റ്റലാണ്. അതിന്റെ 3ാമത്തെ നിലയിൽ നിന്ന് വീണു മരിച്ചു എന്നാണ് പറയുന്നത്. അമ്മുവിന്റെ ഫാദർ ആയാലും ബ്രദർ ആയാലും പറയുന്നത് അമ്മുന് ഹൈറ്റ് പേടിയാണ്. വീട്ടിൽ തന്നെ മുകളിലേക്കൊന്നും ഒറ്റക്ക് പോകാറില്ലാത്ത കുട്ടിയാണ്. അതുപോലെ ലിഫ്റ്റിൽ കയറുന്നത് വരെ പേടിയുള്ള ഒരാളാണ് ഈ അമ്മു സജീവ്. അതുപോലെ തന്നെ ഈ കുട്ടി മരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മരണത്തിന് മുൻപ് തന്നെ, ഈ ഒരു മരണ വാർത്തകളൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടി തന്റെ ബ്രദറിനെ കാണാൻ പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാള്, ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആള് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മു സജീവിന്റെ ഫാദർ പറയുന്ന മറ്റൊരു കാര്യമാണ്, മുകളിൽ നിന്ന് വീണു മരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ ഫ്ലോറിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാടോ പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും കാണണം. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കീറുക, വസ്ത്രങ്ങളിൽ ചളി പറ്റുക, അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിന് 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന്, ടെറസിന് മുകളിൽ കോളേജ് കഴിഞ്ഞ് വന്ന കുട്ടി എന്തിനാണ് ആ ഒരു കോളേജ് യൂണിഫോമിൽ തന്നെ ടെറസിന് മുകളിലേക്ക് പോയത്? ഒന്നാമത്തെ ഒരു സംശയമാണ് അവർക്ക്. അപ്പം അങ്ങനെ പോയെങ്കിൽ തന്നെ 2 കാര്യങ്ങൾ, ചിലപ്പോൾ കാല് തന്നെ വീണതാകാം. കാല് തന്നെ വീഴാൻ മാത്രം അവിടെ ഒന്നും ഇല്ല എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ചാനലുകാർ കാണിച്ച സമയത്തെല്ലാം കാല് തന്നെ വീഴുന്നൊരു സ്ഥലമായിരുന്നില്ല അത്. 2ാമത്തത്, അങ്ങനെ മുകളിലേക്ക് പോയ ഒരാൾ അങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ തക്കതായ പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രശ്നം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നം കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതാണ് ഈ കുട്ടിയെ ആത്മഹത്യാ പ്രേരണയിലേക്ക് നയിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം അത് ചെയ്ത ആൾക്കാരുടെ പുറത്ത് ചുമത്തേണ്ടത് തന്നെയാണ്. ഇനി ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ തള്ളിയിട്ടതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതും പുറത്തു വരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയത്തക്ക 2-3 കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഈ ഫാദർ മാധ്യമങ്ങളോട് പറയുന്ന 2-3 ഇൻസിഡന്റ് ഉണ്ട് ഈ കുട്ടി ഫേസ് ചെയ്തത്. അതായത് ഈ 3 പെൺകുട്ടികളുണ്ടല്ലോ, ഈ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഈ 3 പെൺകുട്ടികൾ ഹോസ്റ്റലിൽ നിന്നും സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നു, സിനിമക്ക് പോയിരുന്നു. അപ്പൊ ഈ കാര്യം ഈ പറഞ്ഞ അമ്മു സജീവ് കോളേജിൽ പ്രധാന അധ്യാപികയെ അറിയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ദേഷ്യം അവർക്കുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തില് ടോയ്ലറ്റിന്റെ അടുത്ത് വെച്ചിട്ട് ഈ അമ്മു സജീവിനെ ഉപദ്രവിക്കാൻ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മു സജീവ് ഇതെല്ലാം ഫാദറിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. ഫാദർ വന്നു, അത് പരിഹരിച്ചു, കോംപ്രമൈസ് ആക്കി വിട്ടതിന് ശേഷം ഈ പെൺകുട്ടി രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടി അങ്ങനെ ഭക്ഷണം കഴിക്കാതെ റൂമിലിരുന്നു.
അപ്പൊ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് നല്ല തളർച്ചയുണ്ടായിരുന്നു. അപ്പോൾ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഈ 3 പെൺകുട്ടികളിൽ ഒരാൾ വന്ന് ഈ അമ്മുവിനെ കട്ടിലിൽ പിടിച്ച് വലിച്ചു ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഫാദർ മൊഴി കൊടുക്കുന്നുണ്ട്. ഇതേ പെൺകുട്ടി ഫാദറിനെ അറിയിക്കുകയും ചെയ്തതാണ്. അത് അഞ്ജന എന്ന് പറയുന്ന കുട്ടിയാണ് ഈ അമ്മുവിനെ ഉപദ്രവിച്ചത്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് വലിയൊരു മാനസികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ മാനസികമായിട്ട് വലിയൊരു വിഷമത്തിലേക്ക് പോകും ആരായാലും, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാണ്. പിന്നെ ഈ ഫാദർ പറയുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതില് അലീന എന്നൊരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി അമ്മുവിനെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഇവർ പുതിയ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഒരു ലോഗ് ബുക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം യൂസ് ചെയ്യാറുണ്ട്. ഇത് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ്. അപ്പം അലീനയുടെ ലോഗ് ബുക്ക് കാണുന്നില്ല, അത് അമ്മുവിന്റെ ബാഗിലാണ്, അമ്മു എടുത്തതാണ് എന്നുള്ള രീതിയിൽ മാനസികമായി ഹറാസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോയി. അമ്മു എടുത്തു വെച്ചതാണ് എന്ന് പറഞ്ഞ് അമ്മുവിന്റെ ബാഗ് പരിശോധിക്കുകയും ആ കുട്ടീനെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഹോസ്റ്റലിന് മുന്നിലും കോളേജിലും ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ഇതിന്റെ പേരിൽ അപമാനിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതിനുശേഷം തന്നെ മാനസികമായിട്ട് ഈ കുട്ടി ഒരുപാട് വിഷമിച്ചിരുന്നു. പിന്നീട് ഫാദർ പറയുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് അപകടം പറ്റിയ കുട്ടീനെ ഒരുപാട് വൈകിയാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പം ആകെ 2.5 കിലോമീറ്റർ ആണ് ഈ കുട്ടീനെ കൊണ്ടുപോയ ഹോസ്പിറ്റലും ഈ ഹോസ്റ്റലും തമ്മിൽ 2.5 കിലോമീറ്റർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഹോസ്പിറ്റൽ, അതായത് ഒരു പ്ലാനിങ് നടത്താൻ വേണ്ടി മനഃപൂർവ്വം ലേറ്റ് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞും ഈ പെൺകുട്ടി ഫാദറിനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ ഈ കുട്ടി പറയുന്നത് നല്ല വേദനയുണ്ട്, എന്താണെന്ന് അറിയില്ല എന്നൊക്കെയാണ്. അപ്പൊ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് പാരന്റ്സിനോട്, ഫാദറിനോട് ഷെയർ ചെയ്തേനെ. അപ്പം ഇത് വളരെ ദുരൂഹമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഒരുപാട് ദുരൂഹതയുള്ള ഒരു മരണം തന്നെയാണ് അമ്മു സജീവിൻ്റെത്. ഇനി ഈ കുട്ടി സ്വയം ആത്മഹത്യ ചെയ്തതാണെന്നിരിക്കട്ടെ, അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വെറുതെ ഒരാൾ പോയി എന്തായാലും ആത്മഹത്യ ചെയ്യില്ല. അതിന് തക്കതായിട്ടുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു വിഷമം ആ കുട്ടി എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ കുട്ടി നേരിട്ട മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഉപദ്രവിക്കലെല്ലാം നടന്നിരിക്കുന്നത് ആ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ്. ഹോസ്റ്റലിലെ കുട്ടികളാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം വിത്ത് എവിഡൻസ് അടക്കം ഫാദർ അവര് 2ാമത്തെ തവണ കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് സബ്മിറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, ഇതൊരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ, ആത്മഹത്യ ആണെന്നുണ്ടെങ്കിലും കൊലപാതകമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് പുറത്തു വരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പോലീസ് ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പെൺകുട്ടികളെ. അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് പോലീസ് എന്തായാലും ഈ 3 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യില്ല. ഒന്നാമത്തെ ക്ലിയർ ആയിട്ടുള്ള കുറച്ചെങ്കിലും എവിഡൻസ്, ഫാദർ കൊടുത്തൊരു എവിഡൻസ് അവരുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ ഒരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ്, 1-2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു ആൺകുട്ടീനെ ഇത് കണക്ക് റാഗിങ്ങിന്റെ പേരിൽ ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞത്. ഇതിപ്പോ 2ാമത്തെ ഇൻസിഡന്റ് ആണ്. 2 അല്ല, ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിയുന്ന 2ാമത്തെ ഇൻസിഡന്റ് ആണ്. അപ്പം ഒരു കുട്ടിയും ഇനി റാഗിങ്ങിന്റെ പേരിലോ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവ ദൂഷ്യമുള്ള കുട്ടികളുടെ ഇടയിൽപ്പെട്ട് ഇത്തരം നിഷ്കളങ്കരായ കുട്ടികൾ മരണപ്പെടരുത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിന് കുറച്ചെങ്കിലും തടയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയാണ്, ഞാനും ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു റാഗിങ്ങിന് ഇടയായിട്ടുണ്ട്. റാഗിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് റാഗിങ്. പക്ഷെ ഇതിനേക്കാളും ഭയങ്കര സീരിയസ് ആയിട്ട് റാഗിങ് കിട്ടിയ ഒരുപാട് ആൾക്കാർ, ഞങ്ങളും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. ഒരു സമയം വരെ ഇപ്പോൾ 2010-11 കാലഘട്ടത്തിലാണെങ്കിൽ റാഗിങ്ങിനെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം തീവ്രമായിരുന്നില്ല. അതൊരു തമാശ രീതിയിൽ എടുത്തിട്ട് അത് തമാശ രീതിയിൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ വിടുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പകയുടെ കാലമാണ്. ഒരാളെ ഇല്ലാതാക്കാൻ മാത്രം ആ ഒരു പക എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു റാഗിങ് ആയാലും ഒരാളെ ജീവൻ എടുക്കാൻ മാത്രമുള്ള പകയുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇനി ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിന് ഈ ഒരു പാവം കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ ആരായാലും അവർ ശിക്ഷിക്കപ്പെടട്ടെ. അതിലൂടെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു സഹജീവികളെ ഉപദ്രവിക്കാനുള്ള പ്രവണത, കൊച്ചുകുട്ടികളെ പോലും ഉപദ്രവിക്കാനുള്ള ആളുകളുടെ ആ ഒരു പ്രവണത അവസാനിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.